ഹലോ ഡിയേഴ്സ്, ഈ കാണുന്ന പഴയ മാഗസിൻ്റെ പേപ്പറുകൾ വെച്ചിട്ട് ജ്വല്ലറി മേക്കിംഗ് ആണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോണത്. മാഗസിൻ പേപ്പർ തന്നെ വേണമെന്നില്ല, ന്യൂസ് പേപ്പർ ആയാലും മതി കേട്ടോ. ഇത് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് ട്രഡീഷണൽ വെയറായിട്ടും അല്ലെങ്കിൽ മോഡേൺ ഡ്രസ്സിൻ്റെയൊക്കെ ഇപ്പോൾ ഇടാൻ പറ്റിയ മാലയും കമ്മലും അതുപോലെ ബ്രേസ്ലെറ്റും ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം ഇതിൽ നിന്നൊരു ഷീറ്റ് കീറി എടുത്തിട്ടുണ്ട്. ഇതിനെ 4 മുറിച്ചെടുക്കണം. ആദ്യം ഇതിനെ ഒപ്പം മടക്കിയിട്ട് 2 മുറിച്ചെടുക്കാം. ആ പീസിനെ ഒന്നുകൂടി മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു ഷീറ്റിൽ നിന്ന് 4 പീസാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ ഓരോ പീസുകളും നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കോണിൽ നിന്നാണ് പേപ്പർ റോൾ ചെയ്തെടുക്കാറ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ പേപ്പറിൻ്റെ ഒരു വശത്തു നിന്നും സ്ട്രെയിറ്റ് ആയിട്ടാണ് കേട്ടോ റോൾ ചെയ്തെടുക്കുന്നത്. പേപ്പറിന് നല്ല നീളം കൂടിയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് 4 കട്ട് ചെയ്തത്. പേപ്പർ ചുരുട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചും കൂടി കൊടുത്തിട്ടുണ്ടേ. ഇതേപോലെ കുറച്ച് പേപ്പർ കൂടി നമുക്ക് റോൾ ചെയ്തെടുക്കണം. അങ്ങനെ ഇത്രയും പേപ്പർ റോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ചെറിയ അളവിൽ കട്ട് ചെയ്തെടുക്കണം. 2 സെൻറ്റിമീറ്റർ അളവിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ ഒരു സ്കെയിൽ വെച്ചിട്ട് അളന്നിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാം നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ കിട്ടും. ഇനി അടയാളപ്പെടുത്തിയ ഭാഗത്ത് വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും പേപ്പർ റോൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ബ്ലാക്ക് കളർ പെയിൻ്റാണ് കേട്ടോ ഇതിൽ അടിച്ചു കൊടുക്കുന്നത്. ഇത് ഓരോന്നോരോന്നായിട്ട് പെയിൻറ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒരു സ്റ്റിക്കിൽ കൊടുത്തിട്ട് പെയിൻറ് ചെയ്യുകയാണെങ്കിൽ ഒരു സമയം തന്നെ നമുക്ക് ഒരു 10 എണ്ണമെങ്കിലും പെയിൻറ് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം നമ്മൾ ഇതിന് ബേസ് കോട്ടായിട്ട് ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. കട്ട് ചെയ്തെടുത്ത എല്ലാ പേപ്പർ റോൾസും ബ്ലാക്ക് കളറാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് പേപ്പർ റോൾസ് എടുത്ത് നമുക്ക് ഇതിലേക്ക് മെറ്റാലിക് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കാം. അതും നേരത്തെ ചെയ്ത പോലെ ഒരു സ്റ്റിക്കിൽ കോർത്തെടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പെയിൻറ് ചെയ്തെടുക്കാം. മെറ്റാലിക് കളേഴ്സ് നേരിട്ട് പേപ്പറിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ അതിലെ എഴുത്തുകളൊക്കെ തെളിഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ബേസ് കോട്ടായിട്ട് ബ്ലാക്ക് കളർ കൊടുത്തിട്ട് പിന്നെ പെയിൻറ് ചെയ്യണത്. അങ്ങനെ കുറച്ച് പേപ്പർ റോൾസിന് പച്ച കളറും ബാക്കി കുറച്ച് പേപ്പർ റോൾസിന് മെറ്റാലിക് ബ്ലൂ കളറും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം 3 കളേഴ്സാണ് കൊടുക്കണത്. മെറ്റാലിക് ബ്ലൂവും ഗ്രീനും പിന്നെ കുറച്ച് ബ്ലാക്ക് കളർ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ആദ്യം നമുക്കൊരു നെക്ലസ് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് കോർത്തെടുക്കാനായിട്ട് കറുത്ത ഒരു ചരട് എടുത്തിട്ടുണ്ട്. കോർത്തെടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ചരടിൻ്റെ അറ്റം ഒന്ന് ഉരുക്കി കൊടുക്കണം. എന്നാലാണ് ഈ ചരട് ഈ പേപ്പർ റോൾസിൻ്റെ അകത്തേക്ക് എളുപ്പത്തിൽ കയറ്റാൻ പറ്റുള്ളൂ. പേപ്പർ റോൾസ് ഓരോന്നും ഈ ചരടിലേക്ക് കോർത്തെടുക്കാണ്. ഒരേ കളേഴ്സ് ഒരുമിച്ച് വരാത്ത രീതിയിൽ ഇടവിട്ടാണ് കോർത്തെടുക്കണത്. ബ്ലൂവിൻ്റെയും ഗ്രീനിൻ്റെയും ഇടയ്ക്ക് ബ്ലാക്ക് വരത്തക്ക രീതിയിൽ അങ്ങനെയാണ് കേട്ടോ കോർത്തെടുക്കണത്. മാലയ്ക്ക് മാക്സിമം എത്ര ഇറക്കം വേണമെന്ന് ആദ്യം ഈ ചരട് കഴുത്തിൽ വെച്ചൊന്ന് നോക്കണം. എന്നിട്ട് ആ അളവിനനുസരിച്ച് ചരട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെയുള്ള ചരടുകൾ കയ്യിലില്ലെങ്കിൽ അതിന് പകരമായിട്ട് കട്ടിയുള്ള വൂളൻ ത്രെഡ് എടുത്താലും മതി കേട്ടോ. എന്നാലും ചരട് തന്നെയാണ് ഏറ്റവും ബെറ്റർ. ഈ ഒരു ചരടിൽ ഒരു 11-12 പേപ്പർ റോൾസ് കോർത്തെടുക്കണ്ട കേട്ടോ. ഇനി ഇതേപോലെ വേറൊരു ചരടിലും കൂടി കോർത്തെടുക്കാം. ആ ചരടും ഇതേ നീളത്തിൽ തന്നെ എടുത്താൽ മതി. അപ്പോൾ ഈ പേപ്പർ റോൾസ് കൊണ്ട് ലെയേർഡ് നെക്ലസ് ആണ് ഉണ്ടാക്കണത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ലെയറിൻ്റെ നെക്ലസ് ആണ് കേട്ടോ ഉണ്ടാക്കണത്. 3-ാമത്തെയും 4-ാമത്തെയും ചരടിലും കൂടി ഇങ്ങനെ കോർത്തെടുക്കുന്നുണ്ട്. ഇനി 5-ാമത്തെ ലെയർ ഉണ്ടാക്കുമ്പോൾ അതിനുള്ള ത്രെഡ് നല്ല നീളത്തിലുള്ള ത്രെഡായിരിക്കണം എടുക്കേണ്ടത്. പേപ്പർ റോൾസ് ബാക്കി ചരടിൽ കോർത്ത് വെച്ചാൽ അത്രയും എണ്ണം തന്നെ കോർത്താൽ മതി കേട്ടോ. ഇനി ഇതിനെ ഒരുമിച്ച് ഒരു ലെവലാക്കി വയ്ക്കാം. ഇനി ഇതിൻ്റെ 2 അറ്റവും കൂട്ടി കെട്ടിയെടുക്കണം.
ആ നീളമുള്ള ചരടില്ലേ, അത് ബാക്കിയുള്ള ചരടിലും കൂടി ഇങ്ങനെ ചുറ്റിയിട്ട് കൂട്ടി കെട്ടിയെടുത്താൽ മതി. കെട്ടുമ്പോൾ അധികം ലൂസ് ചെയ്യാണ്ട് നല്ല ടൈറ്റിൽ വേണം കേട്ടോ കെട്ടിക്കൊടുക്കാൻ. അതുപോലെ 2-3 കെട്ടെങ്കിലും ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും കൂടി കെട്ടിക്കൊടുക്കാം. കെട്ടിക്കൊടുത്തു കഴിഞ്ഞിട്ട് ആ നീളമുള്ള ചരട് ഒഴിച്ച് ബാക്കി എല്ലാ ചരടുകളും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തീ വെച്ചിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കണം. പിന്നെ വേണമെങ്കിൽ കുറച്ച് ഗ്ലൂവും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ചെറിയ 2 ബീഡ്സ് കൂടി 2 സൈഡിലും കോർത്തെടുത്തിട്ടുണ്ട്. ചരടിൽ ഇനി കൊളത്തോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഞാനിവിടെ കൊളത്ത് വയ്ക്കുന്നതിന് പകരമായിട്ട് അഡ്ജസ്റ്റബിൾ നോട്ടാണ് ചെയ്ത് കൊടുക്കാൻ പോണത്. അപ്പോൾ അത് ചരട് വെച്ച് തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഒരു ചെറിയ പീസ് ചരട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം മാലയുടെ 2 സൈഡിലുള്ള ചരടുകളും ഇങ്ങനെ ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ഈ ചെറിയ പീസ് ചരട് വെച്ച് ആദ്യം ഒരു കെട്ടിട്ട് കൊടുക്കാം. പിന്നെ ഈ ചരടിൻ്റെ 2 അറ്റവും എടുക്കുക. ഒരറ്റം മാലയുടെ ചരടിൻ്റെ മുകളിൽ കൂടെയും മറ്റേ അറ്റം താഴെ കൂടെയും എടുത്തിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് കൊടുക്കാം. ഇതുപോലെ 3-4 തവണ ഇങ്ങനെ കോർത്ത് കെട്ടിക്കൊടുക്കണ്ടേ. ഇങ്ങനെയുള്ള അഡ്ജസ്റ്റബിൾ നോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മാലയുടെ നീളം മാക്സിമം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ബാക്കി വന്ന ചരടിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് തീ വെച്ചിട്ട് ഒന്ന് ഉരുക്കിയും കൂടി കൊടുക്കാം. ആ മാലയുടെ ചരടിൻ്റെ 2 അറ്റത്തും കൂടി ഓരോ കെട്ടുകൂടി ഇട്ട് കൊടുക്കണം. ഈ ചരട് ഇനി ഒന്ന് സ്ലൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഇതേപോലെ നമുക്ക് മാലയുടെ നീളം അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാലയുടെ ഇറക്കം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ കഴുത്തിലിടാനുള്ള നെക്ലസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് യോജിക്കുന്ന ഒരു കമ്മൽ കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് മാല ഉണ്ടാക്കിയ സെയിം കളറിൽ വലുപ്പത്തിലുള്ള പേപ്പർ റോൾസ് തന്നെയാണ്. ഇതിൽ ഒരു കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 റോൾസ് ഒരുമിച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഒരു കമ്മലിന് വേണ്ടിയിട്ട് 3 കളറിലുള്ളതാണ് കേട്ടോ എടുത്തിരിക്കണത്. ഇതേപോലെയാണ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ മറ്റേ കമ്മലിന് വേണ്ടിയിട്ടുള്ളതും കൂടി ഒട്ടിച്ചെടുക്കാം. ഇതിൻ്റെ ഹോളിൽ കൂടി ഇനി ത്രെഡ് കടത്തിയിട്ടിട്ട് ഇതൊന്ന് കെട്ടിയെടുക്കാം. ത്രെഡ് ബ്ലാക്ക് കളറിലുള്ള വൂളൻ ത്രെഡാണ് കേട്ടോ എടുത്തിരിക്കണത്. ഇത് 2 റോളിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയിട്ടിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. ഇതിന് തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു ഹുക്കും ചെറിയൊരു കണക്ടർ റിങ്ങും എടുത്തിട്ടുണ്ട്. ഈ ഹുക്കും റിങ്ങൊക്കെ ഫാൻസി സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, ഓരോ പാക്കറ്റായിട്ട്. ഈ കുഞ്ഞ റിങ് ഈ ഹുക്കിലേക്കൊന്ന് ആദ്യം തൂക്കിയിടാം. എന്നിട്ട് ആ റിങ്ങിലേക്ക് നമുക്ക് ഈ ത്രെഡ് അങ്ങോട്ട് കെട്ടിക്കൊടുക്കാം. കെട്ടിക്കൊടുക്കുമ്പോൾ 2-3 കെട്ടിട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് അഴിഞ്ഞു പോരും. എന്നിട്ട് ഈ ത്രെഡ് ഒന്ന് ചേർത്ത് വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തീ വെച്ചിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കാം. അങ്ങനെ കമ്മൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കമ്മൽ ഉണ്ടാക്കൽ ഈസി അല്ലേ. ഇനി നമ്മൾ പെയിൻറ് ചെയ്ത് വെച്ച പേപ്പർ റോൾസ് കുറച്ചുകൂടി ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഒരു ബ്രേസ്ലെറ്റ് കൂടി ഉണ്ടാക്കിയെടുക്കാം. കയ്യിൽ കെട്ടാനായിട്ട് നമുക്ക് ഇത്രയും നീളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് 2ആക്കി മുറിച്ചെടുക്കാം. മാല ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ചരട് ഇരിപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതൊന്ന് കോർത്തെടുക്കാം. ചരട് ആദ്യം കൈത്തണ്ടയിൽ വെച്ചൊന്ന് അളന്ന് നോക്കിയിട്ട് അതിനേലും കുറച്ചുകൂടി കൂടുതൽ അളവിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. ഇതിൻ്റെ 2 സൈഡും ഒന്ന് കെട്ടിക്കൊടുക്കണ്ട്. ഇതിലും ഇനി മാലക്ക് ചെയ്ത പോലെ തന്നെ കൊളുത്തിന് പകരമായിട്ട് സ്ലൈഡിങ് നോട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. ചരടിൻ്റെ 2 അറ്റത്തും 2 ചെറിയ മുത്തുകളും കൂടി പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കയ്യിലിട്ടിട്ട് നീളം ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലുള്ള പഴയ മാസികകളോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ് ഇത്. മാഗസിൻ പേപ്പർ ആകുമ്പോൾ ന്യൂസ് പേപ്പറിനേക്കാളും കുറച്ചും കൂടി ഒരു കട്ടിയും ഗ്ലേസിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് അത് തന്നെ എടുത്തത്. മാല ഇനി സിമ്പിളായിട്ട് മതിയെന്നുണ്ടെങ്കിൽ 5 ലെയർ ആക്കാണ്ട് 2-3 ലെയറാക്കി ഉണ്ടാക്കിയെടുത്താലും മതി. ഇത് സാരിക്കൊക്കെ അണിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കാണാനായിട്ട്. പിന്നെ ഈ ഓരോ പേപ്പർ റോൾസിൻ്റെയും ഇടയ്ക്ക് മുത്തുകളും കൂടി കോർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.